അരുൺ പതിവ് പോലെ കോച്ചിംഗ് സെന്ററിൽ നിന്ന് മന്ദമായ വീട്ടിലേക്ക് നടന്നു. പിന്നിൽ ആളുകളുടെ ചിരിയും പരിഹാസവും ഒക്കെ കേൾക്കുന്നുവെന്ന് തോന്നി. നവംബർ വരെ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഈ വർഷം ജോലി കിട്ടും. പക്ഷേ പരീക്ഷയിൽ പരാജയം. ഇനി എന്ത് ചെയ്യാനാണ് നീ? നിനക്ക് ഇനി ജീവിതമുണ്ടോ? അച്ഛൻ ചോദിച്ചു. അരുൺ മുറിയിൽ കയറി വാതിലടച്ചു. മൗനം. കണ്ണീരിന്റെ സ്വരത്തിൽ മാത്രം സംസാരിച്ചു. എനിക്ക് കിട്ടിയ കുറവ് മാർക്ക് കൊണ്ടാണ് എല്ലാവരും എന്നെ വിലയിരുത്തുന്നത്. പക്ഷേ ഞാൻ ഒരു മനുഷ്യനല്ലേ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ പൊറുക്കപ്പെടാൻ അർഹനല്ലേ? അന്ന് രാത്രിയിൽ ഫ്രണ്ടിന്റെ വാക്ക് തിരികെ ഓർമ്മയായി. പരീക്ഷ ഒരു ഭാഗം മാത്രമാണ്. ജീവിതം അതിനപ്പുറത്താണ്. തോൽവി നിന്നെ നിർണയിക്കില്ല. അതിനെ കാണുന്ന രീതി മാത്രമാണ് നിർണായകം. അന്നു മുതൽ അരുൺ പഠിക്കലും ജോലിക്കായുള്ള ശ്രമവുമൊപ്പം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനും തുടങ്ങി. ചെറിയ വിജയങ്ങൾ ആഘോഷിച്ചു. തോൽവികളെ പഠനമാക്കി. മുൻപ് അവന്റെ കൂട്ടുകാരന് വിജയമുണ്ടായിരുന്നതുപോലെ പിന്നെ അരുണിനും വിജയം കിട്ടി. പക്ഷേ ആ ദിവസം അതിനേക്കാളധികം ഒരു കഥ എഴുതാൻ അദ്ദേഹം തീരുമാനിച്ചു. തോറ്റവർക്കായി ഒരു മാർക്കിനപ്പുറം. ഈ കഥയുടെ സന്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നമ്മൾ വിജയിക്കുമ്പോൾ സന്തോഷിക്കുന്നു അല്ലേ? അപ്പോൾ തോറ്റപ്പോൾ അതിൽ നിന്നുള്ള പാഠം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. തോൽവി ഒരു ശിക്ഷ അല്ല, അത് പഠിക്കാനുള്ള അവസരമാണ്. തോൽവിയും വിജയം പോലെ മനസ്സിലാക്കാൻ പഠിക്കൂ.